ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഭാഗികമായി പുറത്തു വന്നു. ഇനി എന്തുണ്ടാവും? സാധാരണ ഒരു മനുഷ്യന്റെ ചോദ്യമാണ്. ഇന്ത്യയിൽ തന്നെ സിനിമയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വരിക എന്നുള്ളത് വളരെ അത്ഭുതകരമാണ്. കേരളത്തിലാണ് നടന്നത്. അതിന് തയ്യാറായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. അവരെ നമ്മളൊക്കെ അഭിനന്ദിച്ചതാണ് ഇങ്ങനൊരു കമ്മിറ്റി വയ്ക്കാൻ. പക്ഷേ ഇത് വന്നിട്ട് 4.5 വർഷമായി. 4.5 വർഷമായിട്ട് അടച്ചു പൂട്ടി വച്ചിരുന്നത് എന്തുകൊണ്ടാണ്? അതിൽ വ്യക്തിപരമായ കാര്യങ്ങളുണ്ട്. ഇന്നിപ്പോ ഒരു മന്ത്രി പറഞ്ഞ് ഞാനത് കണ്ടില്ല എന്ന്. എനിക്ക് ചിരിയാ വരുന്നത്. മുഖ്യമന്ത്രിക്കാണ് ആ റിപ്പോർട്ട് കൈമാറിയത്. സമനി ജസ്റ്റിസ് ഹേമയും അതുപോലെ ശാരദയും വത്സലകുമാരിയും ചേർന്ന് റിപ്പോർട്ട് കൈമാറിയത് അന്നത്തെ മുഖ്യമന്ത്രിക്കും അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സഖാവ് AK ബാലനുമാണ്. ഞങ്ങളിത് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പൊട്ടന്മാരാവണം. ഏതായാലും 4.5 വർഷം അത് പുറത്തു വിടാതെ വെച്ചു. നമ്മൾ മനസ്സിലാക്കുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ആദ്യം കൈമാറിയത് DGPക്ക് കൈമാറിയപ്പോൾ DGPക്ക് കൈകൊള്ളുമെന്ന് മനസ്സിലായപ്പോൾ DGP അത് രഹസ്യമാക്കി വേറെ എവിടെയോ സൂക്ഷിച്ചു. അതുപോലും അവിടുത്തെ സാധാരണ ഉദ്യോഗസ്ഥർക്ക് പോലും കിട്ടാത്ത തരം. ജസ്റ്റിസ് ഹേമ പറഞ്ഞത് ഇതിലെ വ്യക്തിഗതമായ വിവരങ്ങൾ പുറത്താകാതിരിക്കാൻ ഞാൻ തന്നെ നേരിട്ട് ടൈപ്പ് ചെയ്തു എന്നാണ്. എന്ന് പറഞ്ഞാൽ അത് സെൻസിറ്റീവ് ആണല്ലോ വിഷയം എന്നുള്ളത് കൊണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത ഒരു സെൻസിറ്റിവിറ്റി ഇതിലുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താ? നമ്മളൊരു സോളാർ കമ്മീഷൻ റിപ്പോർട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഇതിനേക്കാൾ മോശമായ ലൈംഗിക ആരോപണങ്ങളും ഒക്കെ നടത്തിയ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് ഫുള്ളായിട്ട് സർക്കാർ പുറത്തുവിട്ടു. ഒരു പ്രശ്നം ഉണ്ടായില്ല. അതിലാരാണ് പ്രതികളാക്കപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ അക്യൂസ്ഡ് ആയിരുന്നത്, കുറ്റാരോപിതർ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ഒരാൾ. അതിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി, കേരളത്തിലെ പ്രതിപക്ഷത്തെ സമുന്നതരായ നേതാക്കൾ, ഇപ്പോൾ ചിലർ ഭരണപക്ഷത്തുള്ളവരുണ്ട്, അതുപോട്ടെ. അന്ന് പ്രതിപക്ഷത്തിരുന്ന സമുന്നതരായ നേതാക്കൾ, അവർക്ക് ആർക്കുമില്ലാത്ത ഒരു സെൻസിറ്റിവിറ്റി എന്താണ് മലയാള സിനിമയിലുള്ള നടന്മാർക്കോ അല്ലെങ്കിൽ സംവിധായകർക്കോ നിർമ്മാതാക്കൾക്കോ ഒക്കെ ഉള്ളത്? എനിക്കിതുവരെ മനസ്സിലായി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ഇല്ലാത്ത സെൻസിറ്റിവിറ്റി അത് രാഷ്ട്രീയക്കാർക്കാവുമ്പോൾ എന്തു ആവാം. സിനിമാ നടന്മാർക്ക് സെൻസിറ്റിവിറ്റി ഉണ്ട്. ഒന്ന്, നിയമപരമായി തന്നെ നോക്കുക. ഓക്കെ, ഒരു പീഡന കേസിൽ സ്ത്രീകളുടെ പേര് പുറത്തു വരാൻ പാടില്ല, ഇരകളുടെ പേര് പുറത്തു വരാൻ പാടില്ല, ഒരു സംശയമില്ല. പക്ഷെ വേട്ടക്കാരുടെ പേര് പുറത്തു വരാൻ പാടില്ല എന്ന് ഒരു നിയമം പറയില്ല. അതുകൊണ്ട് അതിൽ നിയമപരമായ ഒരു തടസ്സവുമില്ല, ഒരു സെൻസിറ്റിവിറ്റിയുമില്ല, ഒരു തടസ്സവുമില്ല. എന്നിട്ടും എന്തുകൊണ്ട് 4.5 വർഷം ഇത് വൈകിച്ചു? അവസാനം വിവരാവകാശത്തിൽ പോയി അതെടുക്കേണ്ടി വന്നു. എന്നിട്ടും കോടതിയിൽ തടസ്സം വന്നു. ഒന്നുമല്ല, 2 പ്രാവശ്യം. അതെല്ലാം മറികടന്നുകൊണ്ടാണ് ഭാഗികമായ ഈ എന്താ പറയുക വാലും തുമ്പുമില്ലാത്ത റിപ്പോർട്ട് ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. ഇവിടെ നിരവധി ചോദ്യങ്ങൾ സർക്കാരിന് മുമ്പിലുണ്ട്. വൈകിയതിന്റെ ഒരു കാര്യം ഓക്കെ, എന്തായാലും നിർബന്ധിതമായിട്ടാണെങ്കിലും പുറത്തുവിട്ടാൽ ഇനി എന്ത് ചെയ്യും? മന്ത്രിമാരുടെ മറുപടി കേട്ടാൽ നമുക്ക് ചിരിക്കാനേ വരിക. ഒന്ന്, ഞങ്ങൾ കോൺക്ലേവ് നടത്തും എന്നാണ് ഒരു മന്ത്രി പറഞ്ഞത്. എന്ത് കോൺക്ലേവ്? ലൈംഗിക കുറ്റം നടത്തിയ ആളുകളെ കോൺക്ലേവ് നടത്തിയിട്ട് നന്നാക്കാനാണോ ഓണേ? എങ്ങനെയാ അങ്ങനെ പറ്റുക? ഈ രാജ്യത്ത് ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടു എന്ന് കേട്ടാൽ കേസെടുക്കാൻ വകുപ്പുണ്ട്. സ്ത്രീ തന്നെ പോയി പരാതി കൊടുക്കണമെന്നൊന്നും നിയമമില്ല. ആർക്കും പരാതി കൊടുക്കാം. ഇന്ന സ്ത്രീ ആക്രമിക്കപ്പെട്ടു എന്ന് പരാതി കൊടുത്താൽ പോലീസിന് കേസെടുക്കാം. ഇത്രയ്ക്ക് 4.5 വർഷം നോക്കിയിട്ടും ആ റിപ്പോർട്ട് മുഴുവൻ വായിച്ചിട്ടും കേരള പോലീസിന് അതിൽ ആർക്കെങ്കിലും എതിരെ പരാതി കൊടുക്കാനുള്ള വിവരമില്ല എന്നാണ് പറയുന്നതെങ്കിൽ നമസ്കാരം പറയാനേ പറ്റും. കാരണം ഈ പുറത്തു വന്ന വിവരങ്ങളിൽ തന്നെ വളരെ കാര്യങ്ങളുണ്ട്. മറ്റതിലെല്ലാ വിവരങ്ങളും ഉണ്ടല്ലോ, ആളുടെ പേരും കാര്യങ്ങളും ഉണ്ടല്ലോ. ഇന്ന സ്ത്രീ ഇന്ന പുരുഷനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നു കമ്മീഷന് മുമ്പിൽ. ആ കമ്മീഷന്റെ അത് എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ ഓഡിയോ ക്ലിപ്പുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എഴുതിയ കൊടുത്ത പരാതികളുണ്ട്. എന്തേ പോലീസിന് കേസെടുക്കില്ല? ഞാൻ നേരത്തെ പറഞ്ഞ സോളാർ കിട്ടിയപ്പോൾ അങ്ങനെ തന്നെ അത് CBIക്ക് വിടാൻ ഒരു മടിയും ഉണ്ടായില്ല. സോളാർ റിപ്പോർട്ട് ഇതുപോലൊരു റിപ്പോർട്ടല്ലേ. സോളാർ റിപ്പോർട്ട് എന്താ പുറത്തു വിടുകയും അത് CBIക്ക് അന്വേഷണത്തിന് വിടുകയും ചെയ്ത് കേരള പോലീസിന് പോലും അന്വേഷിക്കാൻ മടിയുണ്ട്. അവിടെയാണ് സിനിമയ്ക്കകത്തെ മാഫിയ സംഘങ്ങൾ എന്ന് പറഞ്ഞും പറയാതെയും ഈ റിപ്പോർട്ടിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു. 15 അംഗ മാഫിയ സംഘം
മലയാള സിനിമയിലുണ്ട് എന്നാണ് ആ റിപ്പോർട്ടിന്റെ രത്ന ചുരുക്കം. അതിൽ പലരുമുണ്ട്. അതിൽ സംവിധായകരുണ്ടാവാം, നിർമ്മാതാക്കളുണ്ടാവാം, നടന്മാരെന്തായാലും ഉണ്ടാവും, പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ടാവും. ഇവർ തീരുമാനിക്കുകയാണ് ഏതെങ്കിലും ഒരു നടി വേണ്ട. നടി മാത്രമല്ല, നടനും നമുക്ക് അനുഭവം ഉണ്ടല്ലേ. സിനിമാ നടന്മാരെ, അത്യുന്നതന്മാരായ നടന്മാരെ, തിലകൻ ചേട്ടനെ പോലെയുള്ള ആളുകളെയൊക്കെ ഒഴിവാക്കാൻ തീരുമാനിച്ച ഒരു ഒരു മാഫിയാണത്. മലയാളം കണ്ടിട്ടുള്ള ഏറ്റവും അനശ്വരനായ നടന്മാരിൽ ഒരാൾ, 5 പേരുടെ പേരെടുത്താൽ അതിൽ ഒരാൾ എന്തായാലും തിലകൻ ചേട്ടനായിരിക്കും. അദ്ദേഹത്തെ വരെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് പോകാൻ നമ്മുടെ ഈ 15 അംഗം മാഫിയക്ക് എങ്ങനെ കഴിഞ്ഞു എന്നൊരു ചോദ്യമില്ലേ. തിലകനെ ഒഴിവാക്കാമെങ്കിൽ ഇവിടെ ഏത് നടിയെ ഒഴിവാക്കാൻ പറ്റാതെ? അപ്പോൾ നടികൾ, പെൺകുട്ടികൾ തങ്ങൾക്ക് വിധേയരായില്ല എങ്കിൽ ഏതെങ്കിലും തരത്തിൽ, അത് ഇവിടെ മാത്രമല്ല പുറത്തുമുണ്ട്. ഇത് വളരെ വ്യക്തമായി അവർ ആ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ടല്ലോ. ആർക്കെതിരെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് വെച്ച് കേസെടുത്ത എന്താ കുഴപ്പം? വേട്ടക്കാരുടെ പേര് അറിഞ്ഞാൽ എന്താ കുഴപ്പം ഈ രാജ്യത്ത്? വേട്ടക്കാരുടെ പേര് അറിയണം തന്നെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ തന്നെയാണ് അത് വരേണ്ടത്. അല്ലെങ്കിൽ ഇതിൽ എന്ത് മാറ്റം ഉണ്ടാവുക? നീ സിനിമാ മേഖലയെ ആകെ ഞങ്ങൾ പരിഷ്കരിക്കാം, എന്നാൽ 4.5 വർഷം കൊണ്ട് ഒരു വിരലണിക്കോ സിനിമ നന്നാക്കാൻ? ഇത് വേണ്ട. റിപ്പോർട്ട് പുറത്തു വിടണ്ട. നിങ്ങൾ സർക്കാരിന്റെ ഉണ്ടല്ലോ ഈ റിപ്പോർട്ട് വെച്ച്, അതിൽ കുറെ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ പറയുന്നത് അതിൽ കേസെടുക്കാൻ പറഞ്ഞിട്ടില്ല. കേസെടുക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 354 അനുസരിച്ച് സ്ത്രീകളുടെ മോഡസ്റ്റിക്കെതിരായി പറയുന്ന ആളുകൾക്ക് എതിരെ കേസെടുക്കാനുള്ള വകുപ്പുണ്ട്. പഴയ IPC 354. എന്തേ കേസെടുക്കാഞ്ഞത്? നല്ല മാത്രമല്ല, എന്ത് നടപടിയാണ് നീ സ്വീകരിച്ചത്? ഇപ്പൊ നിർബന്ധിതമായി കോടതി വഴി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മാവാന്ന് പറയുന്ന കാര്യം എന്താ? സർക്കാർ പുറത്തു വിട്ടല്ലോ അത്. അപ്പോ സർക്കാർ ഇത് വൈകിച്ചത് എന്തിന് എന്ന ചോദ്യത്തിന്റെ തുടർച്ചയാണ്. ഇതിൽ സ്വാധീനമുള്ള മാഫിയ സംഘങ്ങൾ, സിനിമയുടെ മാഫിയ സംഘങ്ങൾ ഉണ്ട് എന്ന് പറയുന്നതും അവരുടെ നിയന്ത്രണത്തിലാണ് ഈ കാര്യങ്ങൾ എന്ന് പറയുന്നതും തമ്മിൽ നമുക്ക് ബന്ധപ്പെടുത്തണം. അങ്ങനെ ബന്ധപ്പെടുത്തുമ്പോൾ അവർക്ക് സിനിമയിൽ മാത്രമല്ല സ്വാധീനം, രാഷ്ട്രീയത്തിലുമുണ്ട്, അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങളിലുമുണ്ട്. അത് സമ്പത്തിന്റെ സ്വാധീനമാവാം. അത് പ്രതിപക്ഷ നേതാവ് അടക്കം ഉന്നയിച്ച ചോദ്യങ്ങളുണ്ട്. ആർക്കൊപ്പമാണ് സർക്കാർ? മറ്റെല്ലായിടത്തും സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്നുണ്ടോ എന്നുള്ളത് വേറൊരു കാര്യം. എനിക്ക് അനുഭവങ്ങൾ വേറെ വ്യത്യാസമായിട്ടുണ്ടെങ്കിൽ പോലും, ഇപ്പൊ നടി ആക്രമിക്കപ്പെട്ട കേസിൽ പോലും സർക്കാർ ആരുടെ ഭാഗം നിൽക്കണമെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് വിഷമാവും. പക്ഷേ ഈ കേസിൽ സർക്കാരിന്റെ കയ്യിൽ മാത്രം വിവരമുള്ള ഈ കേസിൽ എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത്? ഇനി ആരെങ്കിലും കോടതി പോണ്ടി വരും തന്നെ ഞാൻ വിചാരിക്കും. കാരണം കൃത്യമായി ലൈംഗിക അതിക്രമം നടത്തിയെന്ന്, നിയമലംഘനം നടത്തിയെന്ന് രേഖ കിട്ടിയാൽ പിന്നെ അയാൾക്കെതിരെ കേസെടുക്കാൻ ആരുടെ സാക്ഷ്യപത്ര വേണ്ടത്? ഉരുണ്ട് കളിക്കുകയാണ് സർക്കാർ. തൊടില്ല. നല്ല ധൈര്യമാണ് ഇവർക്ക്. കാരണം അവരുടെ അധികാരം രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും വ്യാപിച്ചിരിക്കുന്നു, മറ്റ് അധികാര കേന്ദ്രങ്ങളിലും വ്യാപിച്ചിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് സിനിമാ മേഖലയിൽ എന്തെങ്കിലും വ്യത്യാസം വരണമെങ്കിൽ കുറ്റക്കാർക്കെതിരെ കേസെടുക്കണം. സിനിമാ മേഖലയിൽ നടത്തണമെന്ന് പറഞ്ഞ പരിഷ്കാരങ്ങൾ നടത്തണം. അല്ലാതെ ആരോഗ്യമന്ത്രി എന്ന് പറഞ്ഞു ഞങ്ങൾ കൂടുതൽ ഡയറക്ടർമാരെ കൊണ്ടുവരും. ഏത് ഡയറക്ടറെ കൊണ്ടുവന്നിട്ടുണ്ടായും? കൂടുതൽ സ്ത്രീ ഡയറക്ടർമാരെ, സ്ത്രീ ഫോട്ടോഗ്രാഫർമാർ, അതൊക്കെ നല്ല കാര്യമാണ്. അതൊന്നും അല്ലല്ലോ ഹേമ കമ്മീഷന്റെ പ്രശ്നം. അവരവിടെ ചെന്നാൽ ഇന്നത്തെ സാഹചര്യത്തിലാണെങ്കിൽ അവരും ഈ പറഞ്ഞൊക്കെ കേൾക്കേണ്ടി വരും. അല്ലാതെ ആരല്ല എന്ന് പറയും. അപ്പോൾ കൃത്യമായും നിയമപരമായി നടപടിയെടുക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. ഒരു തർക്കവുമില്ല. പിന്നെ ഞാൻ പറയുന്നുവെങ്കിൽ അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ, ഞങ്ങൾ ഒരു നടപടി എടുക്കില്ല എന്ന് തന്നെയാണ്. ശക്തരായവരെ തൊടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾ എന്താ ചെയ്തു എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ദുർബലരായ സ്ത്രീകൾക്കെതിരായ അതിക്രമം ഇനിയും തുടർന്നുകൊണ്ടിരിക്കും, നടത്തുന്നവർ ഇനിയും ചെയ്തുകൊണ്ടിരിക്കും. ഹേമ കമ്മീഷൻ പോലെ വേറൊരു കമ്മീഷൻ വരും, ഒരു ഗുണവും ഉണ്ടാവില്ല. ഇത് കുറച്ച് ദിവസത്തേക്ക് ചർച്ചയായി എന്ന് മാത്രം.